ഈ കാരാത്തോട് അബ്ദുള്ള മരിച്ചപ്പോൾ SSF പ്രവർത്തകനാണ്. കാസർഗോഡ് പോയി തിരിച്ചു വരുന്ന സമയത്ത് കൊയിലാണ്ടി വെച്ചൊരു അപകടത്തിൽ മരിച്ചു. ആ മയ്യത്ത് കൊണ്ടുവന്ന് കാരാത്തോട് നിസ്കരിക്കാൻ വേണ്ടി മയ്യത്ത് നിസ്കാരത്തിന് നിന്നപ്പോ കണ്ണ് നിറഞ്ഞുപോയി. എന്താ കാരണം? കേരളത്തിൽ നമ്മളൊക്കെ ബർക്കത്ത് കൽപ്പിക്കുന്ന മുഴുവൻ സയ്യിദന്മാരും അവിടെ ഉണ്ട്. ആലിമീങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുണ്ട്, അനേകം പ്രവർത്തകരുണ്ട്. ആരായി ആലിമീങ്ങള്? വലിയ വലിയ ആലിമീങ്ങളാണ്, വലിയ പണ്ഡിതന്മാരാണ്. കേരളത്തിൽ തലയെടുപ്പുള്ള AP ഉസ്താദ് പോലെ, സുലൈമാൻ ഉസ്താദ് പോലെ, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് പോലെ, അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ മഹാന്മാരൊക്കെ ആ മയ്യിത്ത് നിസ്കാരത്തിലുണ്ട്. ഈ കാരാത്തോട് അബ്ദുള്ള ഒരു പണ്ഡിതനാണോ? അല്ല. മുദരിസാണോ? അല്ല. ഒരു സാധാരണ ചെറുപ്പക്കാരൻ, ഒരു മദ്രസാധ്യാപകനായിട്ട് പണ്ഡിത രൂപത്തിൽ അല്ല, ഒരു സാധാരണ ചെറുപ്പക്കാരൻ. എന്റെ SSF വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. ഈ കുട്ടി മരിച്ചിട്ട് സർവ പണ്ഡിതന്മാരും സയ്യിദന്മാരും ഒരുമിച്ച് കൂടിയിട്ട് അവർ പറയാണ്. ഞാൻ ആ സദസ് ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു ഇതായിപ്പോയി. എന്താണ് ഈ ആലിമീങ്ങൾ പറയുന്നത്? അല്ലാഹുമ്മഗ്ഫിർ ലഹു, അബ്ദുല്ലാക്ക് പുറത്തു കൊടുക്കണേ, അബ്ദുല്ലാന്റെ ഖബർ വിശാലമാക്കണേ, ദുനിയാവിലെ കൂട്ടുകാരേക്കാൾ നല്ല കൂട്ടുകാരെ കൊടുക്കണം, ദുനിയാവിലെ ഇണയേക്കാൾ നല്ല ഇണയെ കൊടുക്കണം, നീ ചോദ്യം ചെയ്ത് വിഷമിപ്പിക്കരുത്, ഖബറിൽ ഇടങ്ങാറാക്കരുത്, സ്വർഗം കൊടുക്കണം, നരകത്തിൽ പ്രവേശിപ്പിക്കരുത്, അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇതാണല്ലോ മയ്യിത്ത് നിസ്കാരത്തിലെ ദുആ. ആരാ പറയുന്നത്? 10,000-കണക്കിന് ആളുകൾ. ആ കൂട്ടത്തിൽ സയ്യിദന്മാർ, ആലിമീങ്ങൾ, മഹാന്മാരായ ആളുകൾ, അവരൊക്കെയാ പറയണത്. ഞാൻ ചോദിക്കട്ടെ, ഈ അബ്ദുള്ള വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ നിറഞ്ഞ മനുഷ്യ സമൂഹം, പണ്ഡിതന്മാർ, സയ്യിദന്മാർ, ആലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ ഒരുമിച്ച് കൂടിയ സദസ്സിൽ 10,000-കണക്കിന് പ്രാർത്ഥന, അല്ലാഹുവേ അബ്ദുല്ലാന്റെ ദോഷം പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത് ഒന്നും അല്ല പരിഗണിക്കാതെ ഈ അബ്ദുല്ലാനെ ശിക്ഷിച്ചേ അടങ്ങൂ എന്നാണോ ഞാനും നിങ്ങളും മനസ്സിലാക്കി വെച്ച അല്ലാഹ്? അങ്ങനെയാണോ നമ്മൾ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കുന്നത്? അതോ കരുണാവാരിധിയായ റബ്ബ്, അവൻ ആർക്ക് മാപ്പ് ചെയ്തു കൊടുത്താലും അവനെ ചോദ്യം ചെയ്യാനില്ലാത്ത പരമാധികാരിയാണ് റബ്ബ്, നീ എന്തിനാ പുറത്തു കൊടുത്തത് എന്ന് അവനോട് ആരും ചോദ്യം ചെയ്യാനില്ല, പരമാധികാരിയാണ് ആ അല്ലാഹു തആല. ഈ അബ്ദുള്ള വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അല്ലാഹു ഈ കണ്ട ആലിമീങ്ങളുടെയും സയ്യിദന്മാരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അബ്ദുള്ളയുടെ ദോഷം പുറത്തു കൊടുക്കുമെന്നാണോ അള്ളാഹിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്കിപ്പോൾ എന്ത് തോന്നുന്നു? ഇതാണ് നമുക്കൊരു പ്രതീക്ഷ. ഒറ്റ പ്രതീക്ഷയുള്ളൂ. ഞാൻ മരിച്ചാൽ എനിക്ക് 10 ആള് മയ്യിത്ത് നിസ്കരിക്കാനുണ്ടെങ്കിൽ അത് ആലിമീങ്ങളും സയ്യിദന്മാരും കൂടി ആയി കിട്ടിയാൽ പടച്ചവനെ, എന്റെ പരലോകത്ത് എനിക്ക് ആകെ പ്രതീക്ഷയുള്ളത് അത് മാത്രമേ ഉള്ളൂ. അടുത്ത ആഴ്ച മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഒരു ചോദ്യം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു ചൊവ്വാഴ്ചയാണെന്നാ എന്റെ ഓർമ്മ. ആ ദിക്റില് നമുക്കെന്താ അബ്ദുള്ളക്ക് വേണ്ടി കുറച്ച് ദിക്ർ ചൊല്ലിക്കൂടും. അന്നാണ് അബുദാബി SYSന്റെ ഓഫീസറുടെ ഷിഹാബ് സഖാഫി മരണപ്പെട്ടത്. അപ്പൊ മലബാർ ക്ലാസ് റൂമിൽ നെറ്റിൽ വൈലക്സിൽ ഒരു ചോദ്യം, നമുക്കെന്താ അബ്ദുള്ളക്ക് വേണ്ടി കുറച്ച് ദിക്ർ ചൊല്ലിക്കൂടെ? എല്ലാരും അടിച്ചു, ആ നമുക്ക് ചെല്ലാം. എന്നാ അടുത്ത ചൊവ്വാഴ്ച നമുക്കത് ദ്വാരക്കണം, ഖലീൽ തങ്ങളുടെ നേതൃത്വത്തിൽ അത് ദ്വാരക്കണം, എല്ലാരും ചൊല്ലി അതിന് കണക്ക് തരണം. അടുത്ത ചൊവ്വാഴ്ച വൈലക്സ് ആവേശത്തോടെ തുറന്നു നോക്കിയപ്പോ എല്ലാരും ചൊല്ലിയ ദിക്റിന്റെ കണക്ക് നമ്മളൊക്കെ കൊടുത്തു. ഓരോരുത്തരും ചൊല്ലിയ ദിക്റിന്റെ കണക്ക് എത്ര ഉണ്ടായിരുന്നു അറിയോ? 1,80,00,000 ദിക്ർ. കാരാത്തോട് അബ്ദുള്ളക്ക് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ 1,80,00,000 ദിക്ർ ചൊല്ലിയിട്ട് അതാ പറയുന്നു, അബ്ദുള്ളയെ ശിക്ഷിക്കരുതേ, അബ്ദുള്ളക്ക് മാപ്പ് കൊടുക്കണേ, അബ്ദുള്ളക്ക് സ്വർഗം കൊടുക്കണേ എന്ന് പറഞ്ഞ പ്രാർത്ഥന ഞാനും നിങ്ങളും പഠിച്ചു വെച്ച കരുണാവാരിധിയായ റബ്ബ്, റഹ്മാനും റഹീമുമായ റബ്ബ്, ഗഫാറായ റബ്ബ് സ്വീകരിച്ച് അബ്ദുള്ളയെ രക്ഷപ്പെടുത്തുമെന്നാണോ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കേണ്ടത്? അതല്ല, ഈ 1,80,00,000 ദിക്റും അള്ളാഹു പരിഗണിക്കാതെ, തിരിഞ്ഞു നോക്കാതെ അബ്ദുള്ളാനെ ശിക്ഷിച്ചേ അടങ്ങൂ എന്നാണോ നിങ്ങൾക്ക് അള്ളാഹിനെ പറ്റി പറയാനുള്ളത്?
എന്താ നമ്മൾ അള്ളാഹിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയത്? പടച്ചതമ്പുരാൻ പുറത്തു തീർന്നല്ലേ? അത് ഇതിൽ പെട്ടതുകൊണ്ടല്ലേ? അബ്ദുള്ളാക്കുള്ള അഡ്രസ് എന്താ? SSFന്റെ പ്രവർത്തകനായിരുന്നു. അതിലപ്പുറം എന്താ അഡ്രസ്സാണ് ആ കുട്ടിക്കുള്ളത്? പ്രിയപ്പെട്ട മക്കളെ, ഈ പ്രസ്ഥാനത്തിൽ നിന്ന് നിങ്ങൾ പോകരുത്. എന്നും ഇതിനോട് അള്ളിപ്പിടിച്ച് ഇതിന്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം. ഉണ്ടായിട്ട് ആ അഡ്രസ്സിൽ മരിച്ചാൽ നമ്മുടെ ചരമകോളത്തിൽ അഡ്രസ് എഴുതുമ്പോ ഒരു വാല് വേണം. SSF പ്രവർത്തകരായിരുന്നു. 10,000ങ്ങളുടെ ബൈത്ത് നിസ്കാരവും 10,000ങ്ങളുടെ ദിക്റും 10,000ങ്ങളുടെ പ്രാർത്ഥനയും, അത് മാത്രമേ ഉള്ളൂ നമുക്ക് പ്രതീക്ഷ. ഞാൻ എന്റെ നഫ്സിന് വേണ്ടി നിസ്കരിച്ച നിസ്കാരത്തെക്കാൾ, ഞാൻ എനിക്ക് വേണ്ടി ഓതിയ ഖുർആനിനേക്കാൾ, ഞാൻ എനിക്ക് വേണ്ടി ചൊല്ലിയ ദിക്റുകളേക്കാൾ എനിക്ക് പ്രതീക്ഷ എന്റെ SSFന്റെ പ്രവർത്തകർ എനിക്ക് വേണ്ടി ഒരു ആമീൻ പറയും, എനിക്ക് വേണ്ടി ദുആ ചെയ്യും എന്നുള്ള ഒരൊറ്റ പ്രതീക്ഷ, അതെനിക്ക് പരലോകത്തേക്ക് പ്രതീക്ഷയാണ്. SSFകാരെ, നമുക്കുള്ള സമ്പാദ്യമാണിത്. ഇതിൽ നിന്ന് പോയാൽ കിട്ടൂല. ഇതിൽ തന്നെ നിങ്ങൾ അള്ളിപ്പിടിച്ചു നിൽക്കണം. പോകുമ്പോ